ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ അടുത്ത പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാർട്ടിന് സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നത് വന്നിട്ട് പിറ്റേന്ന് മോർണിംഗ് വന്നിട്ട് അവർ ഓഫീസിലാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പറയുവാണെങ്കിൽ മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന സമയത്തും നമ്മുടെ സാക്കിയുടെ മുഖം വന്ന് വല്ലാതാവുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ നോരാക്കുറ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ലാൻഡ് ഫോണിൽ ഒരു കോൾ വരികയാണ്. അവളെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഇവൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു ചെറുക്കൻ അവളെ ചീറ്റ് ചെയ്തില്ലേ, ആ ചെറുക്കനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഉടനെ തന്നെ നമ്മുടെ സാക്ക അവിടെ നിന്ന് വന്നിട്ട് ആ ഒരു ഫോൺ സ്പീക്കറിലിടുക. വേറെ ഒന്നുമില്ല, ആ ചെറുക്കൻ ഇപ്പോൾ ഇവൻ്റെ കമ്പനിയുമായിട്ട് എന്തോ ഒരു ടൈപ്പ് വയ്ക്കണം. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് പിന്നെ ഇവളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ സാക്ക എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നേരെ കയറി അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നോരാക്കുറ പറയും, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നിങ്ങളുടെ കമ്പനിയുമായിട്ടൊരു ടൈപ്പ് വന്നാൽ ഞാൻ കാരണം ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുന്ന സമയത്തും അവൻ പറയുവാണ്, ഇത് നിൻ്റെ ഡിസിഷനല്ല, എൻ്റെ ഡിസിഷനാണ്, അതിൽ കയറി നീ ഇടപെടാൻ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവള് പറയാൻ, സോറി ഞാൻ കാരണമില്ല, ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ച് സോറി പറയാമെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ സാക്കിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നീ നിൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാട്ടോ. പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയുവാണ്, നിനക്ക് ഇത്രയും കൈൻഡ്നെസ് ഉള്ളതൊന്നും എനിക്ക് അത്രയും ഇറിറ്റേഷൻ ആയിട്ട് മാത്രമാണ് തോന്നിയെന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗത്ത് കയറി പോകുന്നത്. അപ്പം ഇത്രയും കൂടി ആയപ്പോൾ ഒരാൾക്കുറയ്ക്ക് ആകെ സങ്കടമായിട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾക്ക് തോന്നുവാണ്, എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ആൾക്ക് സങ്കടമായി കാണത്തില്ല, ഒരു സോറി പറഞ്ഞിട്ട് പോയി കളയാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഉറങ്ങുന്നത് അവൾ കാണുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുക വിളിച്ച് എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട്, അത് വെച്ച് അവനെ പുതപ്പിച്ചിട്ട് പോകുന്ന കേട്ടോ. പക്ഷെ ആക്ച്വലി ഇവ ഉറങ്ങിയിട്ടൊന്നും കാണത്തില്ല, ഇവൻ വന്നിട്ട് ഉറങ്ങിയ പോലെ കിടന്നതായിരിക്കും. അപ്പോൾ ഇവൾ പോയി കഴിയുന്ന സമയത്ത് ഇവനും ആ ഒരു പുതപ്പ് വന്ന് നല്ലപോലെ മുറുക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നോരാക്കുറ ആ ഒരു കാര്യമെല്ലാം കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഇവൾ കൊടുത്ത ആ ഒരു പുതപ്പ് പോലത്തെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് മടക്കി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ മേലെ നോരാക്കുറ ഒരു ഇഡിയേറ്റാന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഇവൾക്ക് അതൊക്കെ ഇവനിങ്ങനെ ടീസ് ചെയ്യുന്നത് കാണുമ്പോൾ ചെറുതായിട്ട് ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവളൊരു പുതപ്പ് എടുത്തിട്ട് പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവൻ ഇവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ടൊരു ബണ്ണും അതുപോലെ കുറച്ച് കുക്കീസും ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്ന് നോക്കുവാണ് അവനിപ്പോൾ വരുമോ എന്നൊക്കെ നോക്കുമ്പോഴും നമ്മുടെ സാക്ക വരുന്നത് കാണുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കുക്കീസ് എല്ലാം വന്നിട്ട് നന്നായി ആസ്വദിച്ച് കഴിച്ചിട്ട് അവൾക്ക് ഓഫീസ് ടൈം തീരുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവള് കാണുന്നത് വന്നിട്ട് അന്ന് വന്നിട്ടൊരു ഗേൾ ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ സാക്കി അടിച്ചില്ലേ, ആ സെയിം പെണ്ണ് വന്ന് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് അവനെ പിന്നെയും അടിക്കുക കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഇവളെ കാണുമ്പോൾ നമ്മുടെ സാക്കി വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ ഗേൾ ഫ്രണ്ട് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും നമ്മുടെ നൊരാക്കുറയ്ക്ക്. അവിടെ പോകുന്ന ആക്ഷൻ കാണിച്ചുകൊണ്ട് മറ്റേ പെണ്ണെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ കാണാതെയൊക്കെ ട്രൈ ചെയ്യുന്നെങ്കിലും നമ്മുടെ നൊരാക്കുറ പോവാതെ അങ്ങോട്ട് തന്നെ ചെല്ലും കേട്ടോ. അപ്പോൾ ഇവളെ കാണുന്ന സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് പെണ്ണ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ എന്ന് വെച്ചാൽ നേരെ ഉണ്ടാക്കുന്ന നൊരാക്കുറയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ ആ ഒരു ബണ്ണുണ്ടല്ലോ അത് എടുത്തിട്ട് തറയിലിട്ട് ചവിട്ടി അങ്ങ് അരയ്ക്കും. ഇത് കാണുന്ന സമയത്ത് നൊരാക്കുറയ്ക്ക് നല്ല കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം അവൾക്ക് ചെറുതായിട്ട് നമ്മുടെ സാക്കിയുടെ അടുത്ത് ഫീലിങ്സ് ഒക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബണ്ണൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിലായിരുന്നു. പക്ഷേ ഈ ഗേൾ ഫ്രണ്ട് പണി ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സാക്കി പറഞ്ഞാൽ അവളുടെ മേൽ തെറ്റൊന്നുമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റ്, അവൾ എൻ്റെ എംപ്ലോയി മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഗേൾ ഫ്രണ്ട് പെണ്ണ് അവൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെയും വഴക്കുണ്ടാക്കുക കേട്ടോ. അപ്പം ഇതൊന്നും കണ്ട് ലാസ്റ്റ് ഈ ബണ്ണ് ചവിട്ടി അരച്ചതും കൂടി ആയില്ലയോ. അപ്പോൾ ലാസ്റ്റ് അറിയാതെ തന്നെ ഒരാൾക്കുറിക്ക് ദേഷ്യം വന്നിട്ട് അവൾ വിളിച്ച് പറയണം, നീ അവനെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നീ നല്ലപോലെ നോക്കണം, അല്ലാതെ അവനിങ്ങനെ അടിക്കാനും വേദനിപ്പിക്കാനൊന്നും നിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് ഒച്ചത്തിൽ അങ്ങ് വിളിച്ച് പറയും കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ സാക്കിയും പറയും, നീ പിന്നെ എൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു കാര്യമില്ല, നിനക്ക് ഞാൻ കൂടാതെ 2-3 ആൺപിള്ളേരുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, നീ എന്തിനു വേണ്ടി എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഗേൾ ഫ്രണ്ട് പെണ്ണ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൾ അവിടെ നിന്ന് വേഗം പോവാണ് കേട്ടോ. കാരണം വെച്ചാൽ അവളുടെ ഭാഗത്ത് എങ്ങാണ്ടാണ് എന്തോ ഒരു വലിയ തെറ്റുള്ളത്. എന്നിട്ട് സാക്കി വന്ന് നൊറാക്കുറയോട് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ പോവാൻ, നീ അത് മനസ്സിലാക്കിയില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് നൊറാക്കുറ പറയണം, അവൾക്ക് ആക്ച്വലി മനസ്സിലായി, പക്ഷെ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വന്നേ, ഇല്ല എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയുക കേട്ടോ. മാത്രമല്ല ഈ ബണ്ണ് കാണുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവൻ അത് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൻ കരയുന്നത് കാണരുതല്ലോ എന്ന് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടിച്ചെല്ലുവാണ്. ആ സമയത്ത് മഴ പെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാക്കി അവൻ്റെ പഴയ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരിക. അവനിങ്ങനെ മഴയത്ത് കാർ ഓടിച്ച് പോകുന്ന ഒരു കാര്യം ഓർമ്മ വന്നിട്ട് ഇവൻ്റെ പുറം അവന് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഇനി നമ്മുടെ നൊറാക്കുറ പോയിട്ടുള്ളത് വന്നിട്ട് ഓഫീസ് റൂമിലേക്കാണ്. അവിടെ ചെന്നിട്ട് ആ ഒരു ബണ്ണെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ ആലോചിക്കുകയാണ്, ഓഫീസ് റൂമൊക്കെ എന്താ ഇങ്ങനെ അടുക്കും ചുറ്റിയില്ലാതിരിക്കുന്നത്, അതൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ അന്ന് രാത്രി അവിടെ നിന്ന് അത് അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സാക്കി അവൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കുളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവൻ്റെ പുറത്ത് വലിയ രീതിക്കുള്ള
ഒരു രീതിക്കുള്ള മുറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാടും തഴമ്പൊക്കെ അവൻ്റെ പുറത്ത് കാണാനുണ്ട്. പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് വരുന്നത് സാക്കി കേട്ടോ. അവൻ വന്ന് കയറി നോക്കുന്ന സമയത്ത് നമ്മുടെ നൊറാക്കുറ തറയിൽ കിടന്ന് ഉറങ്ങുന്നു. നോക്കുമ്പോഴാണെങ്കിൽ അവർ ഓഫീസ് റൂമാണെങ്കിൽ നല്ല രസമായിട്ട് റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് അവൾ. മാത്രമല്ല അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ ഒരു കളർ ടെസ്റ്റും കൂടി ഉണ്ട്, അതും കൂടി അവൾ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനും അതിൽ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ അവനും കിടന്ന് ഉറങ്ങുവാണ്. ഇനി അവളാണെങ്കിൽ എണീറ്റ് പോകുന്ന സമയത്ത് ഇവളെ തൊട്ടടുത്താണ് സാക്കിസാക്ക കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവൾ ആദ്യം ഞെട്ടി എണീക്കുമ്പോൾ പിന്നെ അവനെ എണീക്കുന്നത്. എന്നിട്ട് സാക്കിസാക്ക അവിടുന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ നൊറാക്കുറ പറയണേ, ആക്ച്വലി ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു, അതിനെ വന്നേ, പക്ഷേ ഇന്നലെ അത് പറയാൻ പറ്റിയില്ല. വളരെയധികം താങ്ക്സ് ഉണ്ട്. മാത്രമല്ല ഈ ലോകത്ത് എന്നെ ഇതുപോലെ കെയർ ചെയ്തിട്ടുള്ള ആരും ഉണ്ടായിട്ടില്ലെന്ന് പറയാം കേട്ടോ. അപ്പം ഇവന് മനസ്സിലായി, ഇവൾ വന്നിട്ട് ഇവനെയും വിശ്വസിച്ച് തുടങ്ങി. ആ ഒരു ഇത് മനസ്സിലാകുമ്പോൾ ഇവൻ നേരെ ചെന്നുള്ള കിസ് ചെയ്തിട്ട് പറയുകയാണ്, ഇപ്പം മനസ്സിലാവും എന്നെ പോലുള്ള ഡെവിൾ ആമ്പിള്ളേരുടെ അടുത്ത് നോക്കി മാറി നിൽക്കണം, അല്ലെങ്കിൽ നിന്നെ ഫുള്ളായിട്ട് അവർ തിന്നു കളയും. അതുകൊണ്ട് നീ ഡിസ്റ്റൻസ് ഇട്ടാൽ നിനക്ക് കൊള്ളാം, മര്യാദയ്ക്ക് എത്ര ഓടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാം കേട്ടോ. പക്ഷേ ഇവനിത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ആണുങ്ങളുടെ ആ ഒരു മൈൻഡ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇവനിത് ചെയ്യുന്നത്. പക്ഷേ ഇവൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇന്നലെ ആ ഒരു കോള് കട്ട് ചെയ്തത് അത് ആക്ച്വലി ഇവൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു ബണ്ണ് ഗിഫ്റ്റ് ചെയ്തായാലും ഇത്രയും ദിവസം അവളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഇവൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല, കാരണം നിങ്ങളെ കണ്ടുമുട്ടിയത് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഓടി രക്ഷപ്പെടുന്ന സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സാക്കിസൊക്കെ പറയണം, ഓ വലിയ സംസാരമൊക്കെ ആണല്ലോ സംസാരിക്കുന്നത്, ശരി എന്നാൽ ഞാൻ നിനക്കൊരു വാക്ക് തരാം, വേറെ ആരും തന്നെ ചീറ്റ് ചെയ്താലും ഞാൻ ഒരിക്കലും നിന്നെ ചീറ്റ് ചെയ്യത്തില്ല, ബിട്രേ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് വാക്ക് കൊടുക്കട്ടെ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് സ്റ്റാഫ്സും കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വേഗം വെപ്രാളം പിടിച്ചിട്ട് അവരൊന്നും അറിയാത്ത പോലെ നിൽക്കുവാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ നൊറാക്കുറ എന്നും ഈ ഒരു ബണ്ണ് വന്ന് വെയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇവരുടെ സ്റ്റാഫ്സിൽ ഒരു ലേഡി ഉണ്ട്. ആ ലേഡി പറയുവാണ്, നീ എന്നും ഈ ഒരു ബണ്ണ് ഉണ്ടല്ലോ, നിനക്ക് നല്ല ക്യൂട്ടാന്ന് പറയുന്ന സമയത്ത് ഇവള് ഭയങ്കരമായിട്ട് ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അവിടെ തന്നെ സാക്കി ഇരിപ്പുണ്ട്. എന്നിട്ട് അവൻ ഇവളടുത്ത് എന്ന് പറയുകയാണ്, നീ ക്യൂട്ടൊന്നുമില്ല, നീ ഒരു ഗുഡ് ഗേൾ മാത്രമോ, മനസ്സിലായോ, ക്യൂട്ടാണെന്നും വിചാരിച്ച് കളയല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് അങ്ങോട്ടൊരു പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആളെ വരവേൽക്കാൻ ചെല്ലുന്നത് നമ്മുടെ സാക്കി ആട്ടോ. അപ്പോൾ ഇതാരാന്നറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ നൊറാക്കുറ ഓടി വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പുതിയ ക്യാരക്ടർ കയറി വരുന്ന സമയത്ത് ആൾ വന്ന് ഭയങ്കരമായിട്ട് സാക്കി ഹഗ് ചെയ്യുന്നുണ്ട്. സാക്കിയുടെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. മാത്രമല്ല അവൻ ഇച്ചിരി ഒരു ക്യാമറ പ്രാന്തനാട്ടോ. അപ്പോൾ നമ്മൾ നൊറാക്കുറയെ കാണുന്നതുകൊണ്ട് ചോദിക്കുക ഇത് ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സാക്കി പറയുന്നത് ഇത് നമ്മുടെ പുതിയൊരു അക്കൗണ്ടൻ്റ് ആണ്, നമ്മളിപ്പോൾ സ്ഥിരം ജോലിക്ക് എടുത്തേക്കുവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളൊരു ക്യാമറ പ്രാന്തനല്ലേ. അപ്പോൾ പറയുകയാണ്, ശരി എന്നാൽ ഞാൻ നിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ നിൽക്കുന്ന സമയത്തും അയാൾ നമ്മുടെ നൊറാക്കുറയുടെ ഫോട്ടോ എടുക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ സാക്കിക്ക് കുറച്ചല്ലാത്ത രീതിക്കുള്ള ഇറിറ്റേഷനൊക്കെ നല്ലപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.